നമ്മൾ ഇലക്ഷൻ ജയിച്ചു കഴിഞ്ഞാൽ നമ്മുടെ നാടിനായിട്ട് എന്ത് ചെയ്തിരുന്നാണ് നമ്മൾ ക്വസ്റ്റ്യൻ. നിങ്ങളോടൊപ്പം നിങ്ങളൊരാളായി പ്രവർത്തിക്കാനാണ് എനിക്ക് താല്പര്യം. ഉൾക്കൊണ്ടുകൊണ്ട് യുവാക്കളെ മുൻനിർത്തി യുവാക്കളുടെ അഭിപ്രായം തേടി നാടിന്റെ വികസനത്തിനും ജനങ്ങളുടെ ക്ഷേമത്തിനും പ്രവർത്തിക്കുന്നതാണ്. പഞ്ചായത്ത് ഇലക്ഷൻ തകർന്ന് നടന്നുകൊണ്ടിരിക്കുകയല്ലേ. അപ്പൊ നാളെ നമ്മൾ ഇലക്ഷൻ നടക്കാൻ പോകുന്നത്. അപ്പൊ നമ്മൾ ആദ്യം നമ്മൾ യൂട്യൂബിന് നമ്മളെ മാമൂദാക്ക അതായത് ബ്ലോക്കിലേക്കും അതുപോലെ റംലാത്ത അതുപോലെ പഞ്ചായത്തിലും പിന്നെ ഫെമിനാത്ത എന്ന് പറഞ്ഞാൽ നമ്മൾ പഞ്ചായത്തിലാണ് LDF സ്ഥാനത്ത് മത്സരിക്കുന്നത്. അപ്പൊ ഇവരുടെ അഭിപ്രായം കേൾക്കണ്ടേ, എന്താ അഭിപ്രായം കണ്ടത് നിങ്ങൾക്ക് എല്ലാവരും കേൾക്കാൻ എന്താ ഒരു വിചാരിക്കുന്ന അല്ലെങ്കിൽ ഒരു താല്പര്യം ഒരു സബ്ജക്റ്റ് ആണ്. എന്താ ഇവര് ജയിച്ചു കഴിഞ്ഞാൽ അതായത് ഈ 3 പേരും ജയിച്ചു നമ്മുടെ നാട് എന്താണ് മെച്ചം കിട്ടാൻ ചോദ്യം കേട്ടോ. അപ്പൊ ഈ ചോദ്യം എടുത്ത് പോയാൽ എന്താ വരും. അപ്പൊ സംഭവം ചെറിയ ക്വസ്റ്റ്യൻ ഒറ്റ വാക്കിൽ ഉത്തരം സംഭവമൊന്നുമില്ല. നമ്മൾ ഇലക്ഷൻ ജയിച്ചു കഴിഞ്ഞാൽ നമ്മുടെ നാടിനായിട്ട് എന്ത് ചെയ്തിരുന്നാണ് നമ്മൾ ക്വസ്റ്റ്യൻ. നാടിനായിട്ട് ജനങ്ങളുടെ എല്ലാവരുടെയും അഭിപ്രായം ഉൾക്കൊണ്ടുകൊണ്ട് യുവാക്കളെ മുൻനിർത്തി യുവാക്കളുടെ അഭിപ്രായം തേടി യുവാക്കളുടെയും യുവതികളുടെയും വിദ്യാർത്ഥികളുടെയും അതുപോലെ വയോധികരായ വൃദ്ധന്മാരായ ആളുകളുടെയൊക്കെ കാര്യത്തിൽ ആദ്യം ഊന്നൽ നൽകിക്കൊണ്ട് അവർക്ക് വേണ്ട അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുക എന്നുള്ളതാണ് ആദ്യ ലക്ഷ്യം. അപ്പോഴേ റംലാത്താ നിങ്ങളിപ്പോ എന്തിനാണ് നിൽക്കുന്നത് പറഞ്ഞാണ് നമ്മൾ പ്രേക്ഷകർക്ക് അറിയാൻ വേണ്ടിയിട്ടാണ് പഞ്ചായത്തിൽ എന്തിനാണ് നിൽക്കുന്നത് പറഞ്ഞതാണ് ആദ്യം. ഞാന് 5ാം പേര് പറഞ്ഞോളി. വാർഡ് റംദത്ത്, പിന്നെ 6ാം വാർഡിന്റെ സ്ഥാനാർത്ഥിയായി UDF സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നു. നമ്മുടെ നാടിനെ പറ്റി അതായത് നാട് ജയിച്ചു കഴിഞ്ഞാൽ നമ്മുടെ നാട് എന്ത് വികസനം അല്ലെങ്കിൽ എന്താണ് നിങ്ങളെ കൂടെ ഉപകാരം അതാണ് നമ്മൾ. ഞാന് നാടിന്റെ വികസനത്തിനും ജനങ്ങളുടെ ക്ഷേമത്തിനും പ്രവർത്തിക്കുന്നതാണ്. അതാണല്ലേ. അപ്പോ ഫെമിനാത്ത അല്ലേ, ഞാൻ ഫെമിനാത്ത വിളിച്ചോട്ടെ ചോദിക്കാം. അപ്പൊ നമ്മൾ ക്വസ്റ്റ്യൻ എന്താണ് നമ്മുടെ നാടിനായിട്ട് അത് നിങ്ങൾ മെമ്പർ മത്സരിക്കാണല്ലോ. അപ്പൊ നമ്മൾ നാടിനായിട്ട് മത്സരിക്കുമ്പോൾ നിങ്ങൾ ജയിച്ചു കഴിഞ്ഞാൽ നമ്മുടെ നാടിന് എന്താണ് ഉപകാരം എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. ഈ നാടിന്റെ വികസനത്തിന് വേണ്ടി നിങ്ങളോടൊപ്പം നിങ്ങളൊരാളായി പ്രവർത്തിക്കാനാണ് എനിക്ക് താല്പര്യം. അപ്പൊ നിങ്ങളുടെ കൂടെ ഞാനുണ്ടാവും.